പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംശയം ഉണ്ടോ, അതായത് നമ്മൾ ഈ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യൂലേ, അപ്പോൾ ഈ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇതുപോലത്തെ എയർപോർട്ടിലൊക്കെ വെച്ച് നമ്മൾ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കുറച്ചധികം സമയം ലേ ഓവർ കിട്ടാറുണ്ട്. എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ ബോംബെ വഴി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ലേ ഓവർ വന്നത് 14 മണിക്കൂറായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ അകത്തുള്ള എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ലേ ഓവർ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ എയർപോർട്ടിൽ തന്നെ ഇരിക്കണോ, അതോ നമുക്ക് പുറത്തിറങ്ങി വല്ല റൂം എടുത്ത് താമസിക്കുക അല്ലെങ്കിൽ വല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയൊക്കെ ചെയ്യാവോ? കുറേ ആളുകൾ എന്നോട് പറഞ്ഞത് അങ്ങനെ പുറത്തിറങ്ങാനൊന്നും പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചകത്തോട്ട് കയറ്റില്ല എന്നാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂലേ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ ഉണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെ വഴി ദുബായിൽ നിന്ന് കൊച്ചിക്ക് യാത്ര ചെയ്തപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയതിൻ്റെ കാഴ്ചകളുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇനി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റീൽസ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും കേട്ടോ. യൂട്യൂബിൽ കയറി അജ്മൽ സ്റ്റോറി ബുക്ക് എന്ന് അടിച്ചാൽ നമ്മുടെ ചാനലിൽ കയറാം. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേ. എല്ലാവർക്കും അജ്മലാണ്ടോ. ഞാനിപ്പോൾ ബോംബെ എയർപോർട്ടിലാണ് ഉള്ളത്. നാട്ടിലോട്ട് പോകുന്ന വഴിയാണ് ബോംബെ കണക്ഷനായിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്, എയർ ഇന്ത്യ എടുത്തത്. അപ്പോൾ എനിക്ക് ബോംബെയിൽ 17 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 11:30 രാത്രി 11:30 ഇപ്പോൾ ബോംബെയിൽ ഫ്ലൈറ്റ് ലാൻഡ് ആയത് ദുബായിൽ നിന്നുള്ള. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ലഗേജ് ഇവിടെ ഇട്ടിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി റൂം എടുത്ത് താമസിച്ച് നാളെ സമാധാനമായിട്ട് വന്നാൽ മതി. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ലഗേജ് ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റില്ല. ആയാലും ഞാനും എൻ്റെ ലഗേജും എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, കണ്ടിരിക്കുന്നതാണല്ലോ. ഇനി ഇതൊക്കെ കെട്ടിപ്പറക്കി പുറമെ എവിടെയെങ്കിലും പോയി റൂം എടുക്കണം, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരുന്നുറങ്ങണം. അപ്പോൾ ഞാൻ എന്തായാലും പുറമെ എവിടെയെങ്കിലും പോയി റൂം എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. എയർപോർട്ടിനടുത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റ് വരാൻ പറ്റിയ അക്കോമഡേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ എന്നിട്ട് രാവിലെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി ഒന്ന് ബോംബെയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലേ. അങ്ങനെ ഞാൻ ബോംബെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങുന്നവരോടൊരു കാര്യം പറയാം, പുറത്തേട്ട് ഇറങ്ങിയാൽ പിന്നെ അകത്തോട്ട് കയറ്റില്ല. ഇനി തിരിച്ച് കയറണമെങ്കിൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഒരു 4-5 മണിക്കൂർ മുമ്പ് ഡിപ്പാർച്ചർ ഗേറ്റ് ചെന്നിട്ട് വേണം നമ്മൾ തിരിച്ച് കയറാനായിട്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങി വന്ന വഴിയെ നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ല കേട്ടോ. ഓയോയിൽ കയറി റൂം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അല്ല ഊബറിൽ ക്യാബൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് റൂമിലേക്ക് പോവാം. രാത്രി ഒരു 1 മണി 2 മണി സമയത്തുള്ള ബോംബെ എയർപോർട്ടിലെ തിരക്കാണ്ടായി കാണുന്നത്. ഏറ്റവും കൂടുതൽ പാസ്പോർട്ടൊക്കെ ഇരിക്കുന്നത് നമ്മൾ മലയാളികളുടെ കയ്യിലാണെങ്കിലും, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുള്ള നമ്മുടെ മലയാളികളുടെ കയ്യിലാണെങ്കിലും, കേരളത്തിലുള്ള എയർപോർട്ടിലും കൂടുതൽ തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എയർപോർട്ടിനടുത്ത് അന്തേരിയിൽ ഓയോ റൂംസ് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1000 റുപ്പീസ് വരുന്ന റൂമാണ്. കണ്ടിട്ട് വലിയ തിരക്കേടില്ല. അപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തിൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ മൂപ്പർക്ക് ഓൾറെഡി നാട്ടിലാണുള്ളത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആളിപ്പോൾ ഓൾറെഡി ഒരു 10 മിനിറ്റിനും കൂടെ സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാനായിട്ട്. ഓയോയിലൊരു റൂം ബുക്ക് ചെയ്തു. യൂബറിൽ കയറി ഞാനൊരു ഓട്ടോയും ബുക്ക് ചെയ്തിട്ടാണ്. എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു യൂബർ ഓട്ടോയിൽ 360 രൂപയാണ് കാണിച്ചത്. ഊബർ ടാക്സികൾക്ക് എടുക്കാൻ, പിന്നെ പ്രീപെയ്ഡ് ടാക്സികൾക്ക് എടുക്കാൻ ഇവർക്കൊക്കെ പ്രത്യേകം സ്ഥലമുണ്ട് കേട്ടോ ബോംബെ എയർപോർട്ടിൽ. ഊബറിൻ്റെ ഓട്ടോകൾക്ക് എയർപോർട്ടിലിട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിന് പുറത്ത് വന്നിട്ടാണ് കേട്ടോ ഈ ഓട്ടോയിൽ കയറിയത്. കുറേ പ്രീപെയ്ഡ് ടാക്സിക്കാർ പുറകെ കൂടി കേട്ടോ. ഓട്ടോയിലൊന്നും കയറി പോകാനൊന്നും പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു തരത്തിൽ ഞാൻ അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങിയത്. രാത്രി ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഓടി റൂമിലെത്തി. ഓയോയുടെ ആപ്പിനകത്ത് കണ്ട ഫോട്ടോയുടെ ഭംഗിയൊന്നും ആ റൂമിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേട്ട് പോകാനെന്നുള്ള ഒരു താല്പര്യമോ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു രാത്രി ഒന്ന് ഉറങ്ങി എണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതൊക്കെ തന്നെ ധാരാളം. AC ഒക്കെ ഉണ്ടായിരുന്നു. 1065 രൂപയാണ് ഞാൻ ഈ റൂമിന് കൊടുത്തത്. ഈ കാണുന്നതാണ് ഞാൻ ഇന്നലെ വന്ന ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ AK പാലസ്. ഈ അന്തേരി ഈസ്റ്റിലാണ് ഈ ഹോട്ടലുള്ളത്. മെട്രോ ലൈനിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഈ ഹോട്ടലുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷനുണ്ട്. പക്ഷേ നമുക്ക് ഈ മെട്രോയിൽ കയറിയിട്ട് എയർപോർട്ടിലോട്ട് പോകാൻ സാധിക്കില്ല കേട്ടോ. 2 മെട്രോ മാറി കയറേണ്ടി വരും. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, ബോംബെയൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണുകയും ചെയ്യാമല്ലോ. സമയമുണ്ട് കുറച്ച് നമുക്ക്. ബോംബെ വളരെ റഷ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. വണ്ടികളുടെ തിരക്കും ഹോണടിയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു കലുഷിതമായിട്ടുള്ള സ്ഥലം എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. രാത്രി കണ്ട ഒരു സെറ്റപ്പൊന്നും അല്ല കേട്ടോ ഇവിടെ. 5 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ ഓടുന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഫുൾ ആളായിട്ടാണ് എല്ലാ സർവീസും പോകുന്നത്.
ബോംബെ മൊത്തത്തിൽ ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ വന്നിറങ്ങിയിട്ടുള്ള ഈ അന്ധേരി ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെയൊക്കെ നാട്ടിലൊരു 15-20 കൊല്ലം മുമ്പ് നമ്മുടെ ആ ഒരു ടൗൺ ഏരിയയ്ക്ക് എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓട്ടോറിക്ഷകളൊക്കെ കൂടുതൽ ഞാൻ കണ്ടത് ചെറിയ ചെറിയ ഓട്ടോറിക്ഷകളാണ്, 2 പേർക്ക് അല്ലെങ്കിൽ 3 പേരിരുന്ന തിങ്ങിപ്പോകുന്ന ടൈപ്പ് ഒരു ഓട്ടോറിക്ഷകളില്ലേ അതൊക്കെ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇറങ്ങിയതാണ്. തൊട്ടടുത്ത് കണ്ട കടകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ടീ ഷോപ്പുകളില്ല, അതിലൊന്നും അങ്ങനെ നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് കയറാനായിട്ട് തോന്നുന്നില്ല. ഒരു 10-15 ഷോപ്പ് അപ്പുറത്തായിട്ട് ഉള്ളതിൽ തിരക്കിടില്ല എന്ന് തോന്നുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ കയറിയത്. രാവിലെ തന്നെ നല്ല വറവരി ഉണ്ടാക്കണ തിരക്കിലുണ്ടാവും മൂപ്പര്. ആലു ബോണ്ടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ബ്രെഡ് പൊരിച്ചതൊക്കെ ആ ചില്ലും കുട്ടി കിടപ്പുണ്ട് കേട്ടോ. 20 രൂപയാണ് ആ ബ്രെഡിന് റേറ്റ് പറഞ്ഞിരുന്നത്. ഞാൻ ഒരെണ്ണം വാങ്ങിയിരുന്നു. കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് എന്തോ ഒരു പേര് പറഞ്ഞു. അത് ആ സാധനം ഉണ്ടോ ഈ ഇരിക്കുന്നത് കടലക്കറിയില്ലേ, അതിനകത്തേക്ക് കുറച്ച് മിച്ചർ ഇട്ടിട്ട് ഒരു ബണ്ണും കൂട്ടി വെച്ചാണ്ട് തന്നു. അതാണ് സംഭവം. 50 രൂപയാണ് അതിന് റേറ്റ് പറഞ്ഞത്. 50 രൂപയാണ് ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത്. സംഭവം തെറ്റൊന്നും പറയാനില്ല, സാധനം നല്ലതൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതെനിക്കിത് ഈ സാധനം കഴിച്ചിട്ട് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. സംഭവത്തിന് ടേസ്റ്റൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലൊരു സ്പൈസിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങി. ഞാൻ നേരത്തെ ഒരു സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്. അതാണിത്, അസൽഫ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അടുത്ത സ്റ്റേഷനിലേക്ക്. രാവിലെ ആയപ്പോഴേക്കും വണ്ടികളുടെയൊക്കെ തിരക്കൊക്കെ കൂടി തുടങ്ങി. ഹോണടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മേളമാണ് കേട്ടോ. പഴയ ആലുവ മാർക്കറ്റിൻ്റെ എയർപോർട്ടിൽ നിന്ന് വലിയ ദൂരത്തല്ലാത്തൊരു സ്ഥലമായിട്ട് കൂടി അത്രയ്ക്കാണ്ട് ഡെവലപ്പ് ചെന്നിട്ടില്ല കേട്ടോ ഈ ഏരിയകളിലൊന്നും. അന്തേരി ഈസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുത്തൻ കരിക്ക് വെക്കുന്നുണ്ട്. 50 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ചായ കുടിച്ചാലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. ബോംബെയിൽ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് മാർക്കറ്റാണോ ഒരിക്കൽ താമസിക്കാനായിട്ട്? മാർക്കറ്റൊന്നുമല്ല, അന്തേരി ഈസ്റ്റ്. അന്തേരി ഈസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് കണ്ടോ, ഒറ്റ കസേര മാത്രം ഇട്ടുള്ളൊരു ബാർബർ ഷോപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാലങ്ങൾക്ക് മുമ്പേ ഔട്ടായതാണ്. ഹിന്ദു മുസ്ലിം പ്രശ്നമൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കാണുന്ന ഒരു അമ്പലമാണെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നിട്ട് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് കച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടിനേക്കാൾ ഭേദമാണല്ലേ. അങ്ങനെ അവിടെ നടന്ന് 2ാമത്തെ സ്റ്റേഷൻ അടുത്ത് എത്തിയിട്ടുണ്ട്. സാക്കി നക്ക എന്നാണ് ഇത് സ്റ്റേഷൻ്റെ പേര്. കുറച്ചുകൂടെ വലിയ സ്റ്റേഷനാണ് അത്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അത് ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. എങ്ങനെ എയർപോർട്ടിലേക്ക് മെട്രോ കിട്ടുമെന്നുള്ള കാര്യം, ലഗേജും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്താണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ജോലിക്കാരായിട്ടുള്ള ആളുകളൊക്കെ കൂടുതലും ആശ്രയിക്കുന്നൊരു യാത്രാ സംവിധാനമാണ് ഈ മെട്രോ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ സ്റ്റേഷനകത്തേക്ക് ഇപ്പോൾ കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് മെട്രോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു മെട്രോ മാറി കയറിയിട്ട് വേണം എയർപോർട്ടിന് അടുത്ത് പോയി ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ എൻക്വയറി കൗണ്ടറൊന്നുമില്ല, ആകെ ഉള്ളത് ആ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ 2 പേര് ടിക്കറ്റ് കൊടുക്കാനിരിക്കുന്നുണ്ട്. അവിടെ പോയി നമുക്ക് ഒരുപാട് നേരമൊന്നും എൻക്വയറി ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റിൻ്റെ ചാർജാണ് ഈ കൊടുത്തേക്കണം. ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 10ഉം ഏറ്റവും കൂടിയത് 30ഉമാണ്. പിന്നെ സീസൺ ടിക്കറ്റ്, മന്ത്ലി വീക്കിലി അതിനുള്ള സീസൺ ടിക്കറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത്രയൊക്കെ തിരക്കുള്ള മെട്രോയിൽ നമ്മുടെ ഈ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന പറഞ്ഞാൽ അതൊരു ഇത്തിരി റിസ്ക് പിടിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടി ഞാനവിടെ ഉപേക്ഷിച്ചിട്ടോ. യൂബർ വിളിച്ച് പോകാമെന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു സുമാറായില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ മെട്രോയുടെ താഴെ ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു കട ഉണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ നല്ലൊരു ഫലൂഡ, സ്പെഷ്യൽ ഫലൂഡ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ഫലൂഡ കണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. സാധനം കൈ കിട്ടിയപ്പോൾ അവിടെ ഞാൻ ഡിസപ്പോയിൻ്റ് ആയിട്ടോ. സാധാരണ ഫലൂഡ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത് ഇതൊന്നുമല്ലല്ലോ കിട്ടുന്നത്. ഇത് കുറച്ച് സേമിയയൊക്കെ ഇട്ടിട്ടൊരു പായസം കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു. തന്നപ്പോൾ തന്നെ പയ്യൻ പറഞ്ഞു കേട്ടോ, അതിൻ്റെ മധുരം കിടക്കുന്ന താഴെയാണ്, നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ടെന്ന്. അങ്ങനെ നല്ലപോലെ ഷെയ്ക്കൊക്കെ ചെയ്ത് ഫലൂഡയൊക്കെ കഴിച്ചു. 90 രൂപയാണ് ഇതിന് റേറ്റ് വന്നത്. അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് ഞാൻ പതുക്കനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഓഫീസ് ടൈമാണ്. ഇത്രയൊക്കെ ആളുകൾ മെട്രോയിൽ പോകുന്നുണ്ടെങ്കിലും റോഡിൽ തിരക്കിനും വലിയ കുറവൊന്നുമില്ല കേട്ടോ. 2 വീലറൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ്.
ബോംബെ നഗരത്തിൽ കുറഞ്ഞ ചിലവിലും കൂടിയ ചിലവിലും ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമായിട്ട്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ചെറിയ സ്റ്റോളുകളുണ്ട്. അവിടെയൊക്കെ സാമാന്യം കുറഞ്ഞ റേറ്റിനൊക്കെ തന്നെ ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ നിലക്കുള്ള സംഭവങ്ങളുണ്ട്. അവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ അതുപോലത്തെ ഒരു ഏരിയ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതിലും വളരെ കുറഞ്ഞ റേറ്റിനൊക്കെ ഇവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ എക്സ്പെൻസിലും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതാ ദൂരെയായിട്ട് കുറേ മരങ്ങൾ നിൽക്കുന്ന ഒരു ഇത് കാണുന്നില്ലേ, ആ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആവുമെന്ന് ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരികെ റൂമിലെത്തിയിട്ട് ചെക്കൗട്ട് ചെയ്തു. 11 മണിക്ക് ഇറങ്ങി കൊടുക്കേണ്ടതാണ്, പക്ഷേ വരാൻ ഇത്തിരി വൈകിയതുകൊണ്ട് 12 മണി വരെ അവർ കിടക്കാൻ സമ്മതിച്ചിട്ടോ. അങ്ങനെ ഒരു ഊബർ ടാക്സി എടുത്തിട്ട് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നത് 360-നാണെങ്കിൽ തിരിച്ച് ഞാൻ പോകുന്നത് 85 രൂപയ്ക്കാണ്ടോ എനിക്ക് ഈ ക്യാബ് കിട്ടിയത്. ഇന്നലെ ഓട്ടോയ്ക്ക് 360 കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ആദ്യത്തെ മുംബൈ യാത്ര അവസാനിക്കുകയാണ്. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ, സി യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി ബുക്ക്.